ഹായ് കൂട്ടുകാരെ, വണ്ടിയെപ്പറ്റിയും ഡ്രൈവിങ്ങിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഈ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസ് 2011 ഹസ്ബൻഡ് എന്നെ ഡ്രൈവിംഗ് പഠിക്കാനൊക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് ഒരു കയറ്റമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഗിയർ മാറാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് വണ്ടി പുറകോട്ട് പോകുമെന്നുള്ളതൊക്കെ പേടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോള് കല്യാണം എല്ലാം കഴിഞ്ഞ് എറണാകുളത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവൾ സ്വന്തമായിട്ട് ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു വണ്ടിയൊക്കെ എടുത്ത് അവിടെ ഓടിക്കാൻ തുടങ്ങി. അവളെ ഞങ്ങൾക്ക് ഇവിടുന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കാനൊക്കെ പേടിയായിരുന്നേ. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവൾ തന്നെ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു. അവളുടെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരുന്നു നീ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പറഞ്ഞുകൊണ്ട്. അങ്ങനെ അവൾ അവിടെ വണ്ടി എടുത്തു. ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു വണ്ടി എടുത്തത് കേട്ടോ. അപ്പം അന്നേരം തൊട്ട് അവൾ എന്നോട് പറയും, മമ്മി ഓട്ടോമാറ്റിക്കിൻ്റെ വണ്ടിയാണെങ്കിൽ ഓടിക്കാൻ എളുപ്പമുണ്ട്, മമ്മി പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇപ്രാവശ്യം വന്നപ്പോൾ മോനൊരു വണ്ടി ബുക്ക് ചെയ്തിട്ട് പോയേ. അവളങ്ങനെ പറഞ്ഞ് നല്ല എളുപ്പമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു താല്പര്യം, അങ്ങനെയാണെങ്കിൽ ഗിയറൊന്നും മാറ്റണ്ടല്ലോ വണ്ടി ഓടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പുതിയ വണ്ടിയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പള്ളിയിലൊക്കെ പള്ളിയിൽ പോയി വണ്ടിയൊക്കെ വെഞ്ചിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ജിബിൻകുട്ടനാണ് എനിക്ക് കൂട്ട് വന്നത് കേട്ടോ, വണ്ടി വെഞ്ചരിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ 2 മക്കളും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പിള്ളേരൊക്കെയാണ് എന്നെ എപ്പോഴും കൊണ്ടാകാറ് വണ്ടിക്ക്. എനിക്ക് എപ്പോഴും പേടി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിയർ മാറുമ്പം പിന്നെ ക്ലച്ച് ചവിട്ടി ഗിയർ മാറ്റുമ്പം വണ്ടി പുറകോട്ട് പോകുന്നുള്ള പേടിയായിരുന്നു. ഇപ്പോൾ ഈ വണ്ടിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മോളങ്ങനെ പറഞ്ഞ് ഇതിനോടൊരു താല്പര്യം തോന്നിയിട്ട് മേടിച്ചതാണ് കേട്ടോ. എന്തായാലും ചെക്കുമൺ സർപ്രൈസായിട്ട് അതിന് വണ്ടിയുടെ നമ്പറും എനിക്ക് എടുത്തു തന്നു. എന്നോട് പറഞ്ഞില്ലായിരുന്നു നമ്പർ ഏതാണെന്നൊക്കെ. പക്ഷേ നമ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ 4172 എന്നുണ്ട്. അപ്പോൾ 72 കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ 72ലാണ് ഞാൻ ജനിച്ചത്, അതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ 41 എനിക്ക് പെട്ടെന്ന് മനസ്സിലായിരുന്നു. അപ്പോൾ മാനേജർ പറഞ്ഞു, മോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർപ്രൈസായിട്ട് വെക്കണമെന്ന്, ഇത് ഡേറ്റ് ഓഫ് ബർത്താണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം 41/72 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ വണ്ടിക്ക് അവന് ആ നമ്പറും കൂടി എടുത്തിട്ട് എനിക്ക് സർപ്രൈസായിട്ട് ആണ് തന്നത്. അപ്പോൾ പള്ളിയിൽ കൊണ്ടുപോയി വണ്ടിയൊക്കെ വെഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മരുമോനും മോളും കൂടെ എറണാകുളത്ത് നിന്ന് വന്നിട്ടാണ് വണ്ടി എടുക്കാൻ എനിക്ക് കൂട്ട് വന്നത്. അവന് ലീവൊന്നുമില്ല, എന്നാൽ ഒറ്റ ദിവസത്തേക്ക് വേണ്ടിയിട്ട് മോളുടെ കൂടെ അവനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വൈകുന്നേരം തന്നെ എന്നിട്ടന്ന് തിരിച്ച് പോയായിരുന്നേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഡ്രൈവിംഗൊക്കെ അറിയാവുന്നവർക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കിൻ്റെ വണ്ടിയൊക്കെ എടുക്കുവാണെങ്കിൽ എളുപ്പമാണ്, ഓടിക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. പിന്നെ കയറ്റമൊക്കെ പേടിയുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇത് പുറകോട്ട് ഉരുണ്ടൊന്നും പോകത്തില്ല കേട്ടോ. അപ്പോൾ മോള് പിന്നത്തെ പ്രാവശ്യം ഓടി വന്നിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ അവൾ വന്നു. അവൾ ഒരു സൈക്കിൾ പോലും തന്നെ ഇവിടുന്ന് ഓടിച്ചിട്ടുള്ളതല്ല. അപ്പം നല്ല ഒരു ആത്മവിശ്വാസം അവൾക്ക് വണ്ടി ഓടിക്കുന്ന കാര്യത്തിൽ. ഇപ്പോൾ തന്നെ ഡ്രൈവ് ചെയ്ത് എവിടെ വേണേലും പോകും. അങ്ങനെ മോളുടെ ഡ്രൈവിങ് കണ്ടിട്ടാണ് എനിക്കും ഏതായാലും ഓട്ടോമാറ്റിക്കിൻ്റെ എടുക്കണം എന്നൊരു ഇത് തോന്നിയതൊക്കെ കേട്ടോ. അങ്ങനെ എൻ്റെ വണ്ടി നമ്പർ KL 78 E 4172. അപ്പോൾ 41/72 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്താണ്. അപ്പോൾ ചെക്കുമോന് സർപ്രൈസ് ഇപ്രാവശ്യം തന്നു കേട്ടോ.